മതം. എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. എന്നാൽ കൊക്കിലെ ശ്വാസം വിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. ഇന്ത്യയിൽ കേരളം പല കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പല അളവുകോലുകളിലും കേരളം ഒന്നാമതാണ്. ഒരു കാര്യത്തിൽ കൂടി കേരളം ഒന്നാം സ്ഥാനത്താണ്. അത് വർഗീയതയോടുള്ള ചെറുത്തുനിൽപ്പിലാണ്. വികസനത്തിൽ വിഭജനമുണ്ടോ? കേരളത്തിൽ നാളെ ഒരു റോഡ് വന്നാൽ അത് എല്ലാ ജനങ്ങൾക്കും ഉള്ളതല്ലേ? ഒരു ആശുപത്രി വന്നാൽ, ഒരു സ്കൂൾ വന്നാൽ അത് എല്ലാവർക്കും ഉള്ളതല്ലേ? പിന്നെ എന്തായിരിക്കും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജിയുടെ ഈ വാക്കുകൾക്ക് കാരണം? ഞാൻ ചോദിക്കട്ടെ, ഭരണം വേണമല്ലോ, ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും, ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. അവർക്കത് കിട്ടണം. കേരളം പോലെ ഒരു സമുദായം ചോര ചിന്തി നമ്മുടെ പിതാമഹന്മാർ നേടിത്തന്ന അവകാശങ്ങൾ അതവർക്ക് ലഭ്യമാക്കാനുള്ള പോരാട്ടമാവണം. ഷാജി പറയുന്നത് UDF ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണെന്നാണ്. മന്ത്രിമാരുടെ എണ്ണം കൂട്ടുകയല്ല, മറിച്ച് സമുദായത്തിന് സ്കൂളുകളും കോളേജുകളും വാങ്ങിയെടുക്കലാകണം ലക്ഷ്യമെന്നും പറയുന്നു ഷാജി. ഇക്കഴിഞ്ഞ 9 വർഷങ്ങളിൽ എന്ത് ആനുകൂല്യമാണ് നഷ്ടപ്പെട്ടതെന്ന് KM ഷാജിക്ക് പറയാമോ? മുസ്ലിം ലീഗ് സമുദായ പാർട്ടിയാണെന്നും അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ അവരുടെ ശ്രദ്ധ സമൂഹത്തിലായിരിക്കില്ല, മറിച്ച് സമുദായത്തിനായിരിക്കുമെന്നല്ലേ ഷാജി പറഞ്ഞതിനർത്ഥം? ഇതാണോ പാർട്ടിയുടെ നയം? ഇതാണോ UDFന്റെ നയം? മുസ്ലിം ലീഗിന് മറ്റ് സമുദായങ്ങളുടെ വോട്ട് വേണ്ടേ? അവര് ഇനി എന്ത് വിശ്വസിച്ചാണ് ലീഗിന് വോട്ട് ചെയ്യേണ്ടത്? ഇതാണോ ഘോരഘോരം നിങ്ങൾ പറയുന്ന മതേതരത്വം? മനുഷ്യൻ മതത്തിലേക്ക് ചുരുങ്ങുമ്പോൾ മനുഷ്യാവകാശങ്ങളാണ് റദ്ദാകുന്നത്.